അപ്പം ഞാൻ പത്രസമ്മേളനം രാവിലെ വിളിക്കാൻ എനിക്ക് പറ്റിയില്ല. പെട്ടെന്ന് രാജി പ്രഖ്യാപിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കേണ്ട ഒരു അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഔദ്യോഗികമായി നിങ്ങളുടെ മുമ്പ് പറയുന്ന സംഭവം UDFിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്കത് വേണ്ട, ഞാൻ രാജിവെക്കുന്നു. ഇതിന് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, ഇതാണ് ഞാൻ രാജിവെക്കാനുള്ള എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കേരള കോൺഗ്രസ് മാണി ജോസഫ് സംയുക്ത കേരള കോൺഗ്രസിൻ്റെ യൂത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അന്ന് എനിക്കൊരിക്കലും ഇടതുപക്ഷത്ത് പോകണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും CF തോമസ് സാറ്, കേരള കോൺഗ്രസ് കൈമാണി സാറ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവ് CF സാറ്, അദ്ദേഹം PJ ജോസഫിനെ നേതാവായി നമ്മൾ കാണും, UDFിൽ തുടരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ കേരള കോൺഗ്രസിൽ ജോസഫ് സാറിനെ നേതാവായി കണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം യൂത്ത് പ്രസിഡന്റായി ഞാൻ ഇറങ്ങി വന്ന് കഴിഞ്ഞ് ഉടനെ എന്നോട് പാർട്ടി ചെയർമാൻ ആവശ്യപ്പെട്ടു, കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റ് ആവണം. ഞാൻ അദ്ദേഹത്തോട് സാറേ, ഞാൻ യൂത്ത് പ്രസിഡന്റായി തുടരാം, എനിക്ക് സാമ്പത്തികമായി ഈ വലിയ ഭാരം എനിക്ക് ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വേണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും മോൻസ് ജോസഫ് എന്നെ നിർബന്ധിച്ചു, ജോയി എബ്രഹാം നിർബന്ധിച്ചു, എല്ലാവരും നിർബന്ധിച്ച് ഞാൻ ജില്ലാ പ്രസിഡന്റായി കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, അന്ന് പാർട്ടിയുടെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ് എക്കാലത്തും UDFിൻ്റെ ജില്ലാ ചെയർമാൻ. പക്ഷേ അന്ന് പ്രിയപ്പെട്ട മോൻസ് ജോസഫ് പോലും അദ്ദേഹത്തിന് അത് വേണം. അദ്ദേഹം സംസ്ഥാന UDFിലെ ആളാണ്. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ജില്ലാ കാലാകാലങ്ങളിൽ സാർ ഉൾപ്പെടെ ആര് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ടോ അവരാണ് ജില്ലാ ചെയർമാനായിരുന്നു. അന്ന് ജില്ലാ ചെയർമാൻ സാർ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി. തുടർന്ന് ഞാനൊന്നും മിണ്ടാൻ പറ്റില്ല. ജോസഫ് സാർ പറഞ്ഞു, സജി സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. എനിക്ക് ജോസഫ് സാറിന് വിശ്വാസമായിരുന്നു. ഏതായാലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജോസഫ് സാറിനോട് പറഞ്ഞു, സജി അടുത്ത പ്രാവശ്യം കോട്ടയത്ത് ഒരു സീറ്റിൽ മത്സരിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ സാറേ, നമുക്ക് പൂഞ്ഞാർ സീറ്റ് സജി മത്സരിക്കും. ഞാൻ സാറേ, പൂഞ്ഞാർ സീറ്റ് നമുക്ക് കിട്ടുമെങ്കിൽ ഞാൻ മത്സരിക്കാം. പൂഞ്ഞാർ സീറ്റ് കൂടെ നമുക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. 3 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പൂഞ്ഞാർ നമുക്ക് ആദ്യം ഒഴിവാക്കണം, വിജയ സാധ്യത ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു രണ്ടാമതൊരു സീറ്റ് ചങ്ങനാശ്ശേരി ഉണ്ട്, ഏറ്റുമാനൂരിൽ എന്നെ പരിഗണിക്കും. പക്ഷേ സംഭവിച്ചത് ആ സമയത്ത് പാർട്ടിയിലില്ലാത്ത ആളെ പുതുതായി പാർട്ടിയിലേക്ക് കൊണ്ടു. ജോസഫ് സാറിന് ഒരു കുറ്റക്കാരനെന്ന് ഞാൻ പറയില്ല. ജോസഫ് സാറിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. കൊണ്ടുവന്ന് ഏറ്റുമാനൂർ സീറ്റ് എനിക്ക് തന്നില്ല, ചങ്ങനാശ്ശേരി സീറ്റ് എനിക്ക് തന്നില്ല, മാറി നിൽക്കാൻ പറഞ്ഞ് മാറുന്നു. ആ സമയത്താണ് ജോസഫ് സാർ ഇടപെട്ട് എനിക്ക് ജില്ലാ UDF ചെയർമാൻ സ്ഥാനം വാങ്ങി തന്നു. ഇങ്ങനെ വീണ്ടും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ഉണ്ടായി. ആ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എനിക്കറിയാം എന്നെ മാറ്റണമെന്നുള്ള ശക്തമായ സമ്മർദ്ദം PJ ജോസഫ് സാറിന് എടുത്തു തന്നു. അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ തുടരുമ്പോൾ സജി മഞ്ഞക്കടമ്പനെ മാറ്റി നിർത്താൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അന്ന് ജില്ലാ പ്രസിഡന്റായിട്ട് തുടർന്നു. പക്ഷേ ആ ജില്ലാ പ്രസിഡന്റായിട്ട് തുടർന്നപ്പോഴും അത് ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനിവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഉദ്ഘാടകനായി വിളിച്ചില്ലേ അദ്ദേഹത്തിന് എന്നോട് ക്ഷോഭിക്കും. ഇവിടെ UDFിൻ്റെ ഒരു പ്രോഗ്രാം വിളിച്ചാൽ അതിപ്പോൾ സ്വാഭാവികമായും കോട്ടയത്ത് കോട്ടയത്തിൻ്റെ MLA മുൻ മന്ത്രിയുമായിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ളപ്പോൾ അദ്ദേഹത്തെ ഉദ്ഘാടകനായി വെക്കും. അപ്പോൾ എന്നോട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടും, നിങ്ങളെല്ലാം തിരുവഞ്ചൂരിനെ കണ്ടല്ലോ ഉണ്ടാക്കിക്കുന്നു എന്ന് ചോദിക്കും. അത് മാത്രമല്ല, പലവട്ടം 4-5 വട്ടം എന്നെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ് വളരെ മോശമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ നിസാരം ഒന്ന് അദ്ദേഹത്തിൻ്റെ നിയോജക പ്രസിഡന്റിന്റെ പേര് താഴെ ഇട്ടു, ഒരാളുടെ താഴെ പോയി എന്ന് പറഞ്ഞ് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു. എൻ്റെ നമ്മുടെ ക്യാമ്പിന് തൊട്ട് മുമ്പാണ്. അതിനുശേഷം പല ഘട്ടങ്ങളിൽ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പടം, ഫ്ലക്സിൽ അദ്ദേഹത്തിൻ്റെ പടം താഴെ പോയി. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ച് ഭീഷണി, ഞാനത് കരഞ്ഞു പോയിട്ടുണ്ട്. ഞാനത് ആരോടും എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല, പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറിനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്. സാറിന് അറിയാം. പക്ഷേ സാറ് അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ടാണോ എന്താണോ അദ്ദേഹത്തിന് അത് ഇടപെടാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പും 15 ദിവസം മുമ്പ് ഞാൻ സാറിൻ്റെ അത് പോയി, സാറേ ഇനി ഞാൻ പരാതി പറയുന്നില്ല, സാറിനെ പരാതി പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു പരാതി ഞാൻ പറയാൻ പോയിട്ടില്ല. ഇന്നലെ ഉണ്ടായ സംഭവമാണ്. ഇന്നലെ UDFിൻ്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അതിനകത്ത് കാണണമല്ലോ. അപ്പോൾ അവിടെ രാവിലെ 9:30 ആയപ്പോൾ 10:30 ആയപ്പോൾ ഇലക്ഷൻ ഓഫീസിലേക്ക് വന്നു. അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, ആരൊക്കെ 5 പേരാണ് കയറേണ്ടത്. മോൻസ് പറഞ്ഞു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കയറണം എന്ന് പറഞ്ഞു. തിരുവഞ്ചൂർ വേണ്ട, അദ്ദേഹം മാന്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ പൊതുവായിട്ട് DCC പ്രസിഡന്റ് മതി, കറട്ടെ എന്ന് പറഞ്ഞു. അല്ല, പറ്റത്തില്ല, രാധാകൃഷ്ണൻ ചേട്ടൻ പറ്റിയില്ല എന്ന് മോൻസ് സമ്മർദ്ദിച്ചില്ല. അപ്പോൾ സ്ഥാനാർത്ഥിയും കൂടെ ഇടപെടുന്നു. അപ്പോൾ തിരുവഞ്ചൂർ സാർ വേണം, നിർബന്ധം. രണ്ടാമത്തെ ആളാരാ? മോൻസ് ജോസഫ്, ആർക്കും തർക്കമില്ല. മൂന്നാമത്തെ ആളാരാ? DCC പ്രസിഡന്റ്, ഒരു തർക്കമില്ല, ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹവും വേണം. നാലാമത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ എന്നെ പങ്കെടുപ്പിക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു വേറെ ചില കാരണങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ എനിക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മെമ്പർഷിപ്പ് കൂടുമ്പോൾ അവിടെ കയറാൻ പോലും യോഗ്യതയില്ല.
അതിനുശേഷം റോഡ് ഷോ, ഞാൻ ആ വാഹനത്തെ കയറി വന്നവനാണ്. റോഡ് ഷോ വന്ന് നിങ്ങൾ പത്രം എടുത്ത് നോക്ക്, ഇവിടെയും ജില്ലാ ചെയർമാനായ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എൻ്റെ പേരുണ്ടോ നോക്ക്. എനിക്കിവിടെ കേരള കോൺഗ്രസിന്റെ ആഫീസിൽ ഒരുത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, AK ജോസഫോ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ അവിടെ വന്ന് നമ്മുടെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വരുന്ന ലെറ്റർ പോലും എന്നെ തരികയില്ല, വലിച്ചു കയറി കളയോ എവിടെ കളയോ എനിക്കറിയില്ല. അപ്പം ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൊമ്മയായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരുടെ അടിമയായി രാഷ്ട്രീയമൊന്നും നടത്തിയിട്ടില്ല.